ഡു ഓർ ഡൈ. വിജയമില്ലെങ്കിൽ ടൂർണമെന്റിന്റെ പുറത്തേക്ക്. എലിമിനേറ്റർ മാച്ചിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും നേർക്കുനേർ. ചണ്ഡീഗഡിലെ മുള്ളാൻപൂരിൽ ആദ്യമായാണ് രണ്ട് ടീമുകളും കളിക്കുന്നത്. ടീം സെലക്ഷനും ടോസുമൊക്കെ വളരെയധികം ശ്രദ്ധിച്ചായിരിക്കും. കാരണം ഓരോ പിഴവും വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്തവണ മുംബൈക്ക് മേൽ സമ്പൂർണ്ണ മേധാവിത്വം പുലർത്താൻ ജിടിക്ക് പറ്റിയിട്ടുണ്ട്. സീസണിലെ 2 മാച്ചിലും അവർക്കായിരുന്നു വിജയം. 3 പ്രധാന താരങ്ങളെ മുംബൈ തീർച്ചയായും എലിമിനേറ്ററിൽ മിസ് ചെയ്യും. റിയാൻ റിക്കൾട്ടൺ, വിൽ ജാക്സ് ആൻഡ് കോബിൻ ബോഷ്. 3 പേരെ പകരം മുംബൈ എത്തിച്ചിട്ടുണ്ട്. ജോണി ബേസ്റ്റോ, ചരിത് അസലങ്ക ആൻഡ് റിച്ചാർഡ് ഗ്ലീസൺ. ഇതിൽ ജോണി ബേസ്റ്റോ നേരിട്ട് 11ലേക്ക് എത്തും. അസലങ്കയുടെ കാര്യത്തിൽ ടീം കോമ്പനേഷൻ തന്നെയായിരിക്കും ഒരു ഫാക്ടറായിരിക്കുക. ഓപ്പണേഴ്സ് തന്നെയാണ് ജിടിയുടെ നെടും തൂൺ. എന്നാൽ അവർ രണ്ടുപേർക്കുമെതിരെ ഇത്തവണ ട്രെന്റ് ബോൾട്ടിന് മികച്ച റെക്കോർഡുണ്ട്. സായ് സുദർശൻ 2 തവണയും ഗിൽ 1 തവണയും പുറത്തായി. ജിടി നിരയിൽ ബട്ട്ലറുടെ അസാന്നിധ്യം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരിക്കും. പകരമെത്തിയ കുശാൽ മെൻഡിസ് നേരിട്ട് 11ലേക്ക് എത്തും. ജിടി പേസർമാർക്കെതിരെ മികച്ച റെക്കോർഡാണ് രോഹിത്തിനുള്ളത്. രോഹിത്തിൽ നിന്ന് ഒരു വലിയ ഇന്നിങ്സ് ഡ്യൂവുമാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സമയത്ത് വരണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. ബേസ്റ്റോ രോഹിത് കോംബോ മികച്ച തുടക്കം നൽകിയാൽ ബാക്കി സൂര്യകുമാർ നോക്കിക്കോളും. പവർ പ്ലേയിൽ മാക്സിമം റൺസ് വരണം. കാരണം റാഷിദ് ഖാന്റെ 4 ഓവറുകൾ മിഡിൽ ഓവേഴ്സിൽ വരാനുണ്ട്. അതിൽ അമിതമായി റിസ്ക് എടുക്കുന്നത് നല്ലതല്ല. അത് മേക്കപ്പ് ചെയ്യേണ്ടത് പവർ പ്ലേയിൽ തന്നെയാണ്. പഞ്ചാബിനെതിരെ ഒരു ടാക്ടിക്കൽ എറർ ഹർദിക് പാണ്ഡ്യ വരുത്തിയിരുന്നു. കരൺ ശർമ്മയുടെ എക്സ്പീരിയൻസിനെ കുറച്ചു കണ്ടു. അത് തിരുത്തുമെന്ന് കരുതാം. പഞ്ചാബാണ് ക്വാളിഫയർ 2-വിൽ ഈ മത്സര വിജയികളെ കാത്തിരിക്കുന്നത്. RCB ആകട്ടെ ഫൈനലിൽ എത്തുകയും ചെയ്തു. MI vs RCB സ്വപ്ന ഫൈനലിനാണ് IPL ഫാൻസ് കാത്തിരിക്കുന്നത്.